സോ കീമിൻ്റെ റാങ്ക് വന്നു. സോ ഇനി എങ്ങനെ നല്ലൊരു കോളേജ് തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ കൃത്യമായിട്ട് വീഡിയോ ഓരോ പോയിൻറ്റും വളരെ വൃത്തിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സോ കൃത്യമായിട്ട് എല്ലാം കേൾക്കണം, അവസാനം വരെ കേൾക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാം, പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പല കുട്ടികളും ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം പ്ലേസ്മെൻ്റ് ആണ് നോക്കാറ്. ഈ പ്ലേസ്മെൻറ്റ് നോക്കുന്ന പറഞ്ഞാൽ നല്ലൊരു 4 വർഷത്തിന് ശേഷം നല്ലൊരു ജോലി നേടി അവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പ്ലേസ്മെൻറ്റ് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. വരുന്ന ഈ നിങ്ങൾ 4th ഇയർ ആകുമ്പോഴായിരിക്കും പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ 3rd ഇയറിൻ്റെ എൻഡിങ് 4th ഇയർ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് പ്ലേസ്മെൻറ്റ് വരിക. ആ ഒരു സമയത്ത് നിങ്ങളുടെ പാസ്സാണോ ഫെയിലാണോ, നിങ്ങളെ CGPA മാറ്റർ ചെയ്യും, SGPA മാറ്റർ ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അറിയുന്നവർക്ക് IT കമ്പനിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പോഴത്തെ കാര്യമില്ല, അപ്പോഴത്തെ തന്നെ. പിന്നെ ഓരോ വർഷത്തെ പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരു കോളേജിൽ ഈ വർഷം 500 ഓഫർ വന്നു വെച്ചാൽ നെക്സ്റ്റ് ഇയറിൽ 500 വരണമെന്നില്ല, ചിലപ്പോൾ 300 ആവാം, ചിലപ്പോൾ 700 ആവാം, ഒന്നും പറയാൻ പറ്റില്ല. ഓരോ ഇയറിനാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറേ ഇൻഡസ്ട്രീസിലൊക്കെ പ്ലേസ്മെൻറ്റ്സ് കുറഞ്ഞു, വലിയ വലിയ IITസിലൊക്കെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ വർഷം ഓരോ പോലെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് കുറേ ഫാക്ടേഴ്സ് മാറ്റർ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മൈൻഡിൽ എന്തായാലും നിങ്ങൾക്ക് വേണം. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫാണ്. എന്നെ കഴിഞ്ഞ വർഷം കുറേ സ്റ്റുഡൻസ് പ്ലേസ്മെൻറ്റ് മാത്രം ആഗ്രഹിച്ച് ജോയിൻ ചെയ്ത കുറേ കുട്ടികളുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് പല ക്യാമ്പസിലും ക്യാമ്പസ് ലൈഫ് ഇല്ലയെന്ന്. എന്ന് വെച്ചാൽ വെറും പഠിക്കുക, അക്കാഡമിക് മാത്രമാണ്, അങ്ങനെ സ്ട്രെസ്സ് കൂടുന്നു എന്നൊക്കെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ കൺവേ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, നമ്മളിപ്പോഴൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങൾ, പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫും നല്ലോണം അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്യുക. പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫ് ഉണ്ടോ അത് നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും ബെറ്റർ എന്താണ്, ഒരു സീനിയറിനെ കോൺടാക്ട് ചെയ്യുക. സീനിയർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ. അവിടെ പഠിച്ച് ഇറങ്ങിയ സ്റ്റുഡൻറ്റ്, അല്ലാതെ അവിടുത്തെ ടീച്ചറോ മാഷോ ഒന്നും ചോദിക്കരുത്. കൃത്യമായിട്ട് അവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ്റിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫാണ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇനി അടുത്ത ലാസ്റ്റ് റാങ്ക് ഒരു കോളേജിന്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്കിപ്പോൾ ഒരു റാങ്ക് കിട്ടിയിട്ടില്ലേ, ആ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുമെന്ന് അറിയണമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാണുക. അതിനുശേഷം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നോക്കുക. ജസ്റ്റ് ഈ വീഡിയോ കാണുക, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റെ കോളേജ് പ്രഡിക്ടറിലെത്തും. ഇവിടെ നിങ്ങളുടെ കാറ്റഗറി റാങ്കൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഏത് കോളേജ് കിട്ടുമെന്ന് കാണിക്കും. സോ ഇത് വെച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വളരെ യൂസ് ആയിരിക്കും. സോ നിങ്ങളുടെ റാങ്ക് യൂസ് ചെയ്തിട്ട് ഏത് കോളേജ് കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ അത് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വോട്ടാണ്. സോ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ യൂസ് ചെയ്യാം. നിങ്ങളുടെ കോളേജ് പ്രഡിക്ടറിൽ റാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ കോളേജ് നോക്കിയിട്ടുണ്ട്. അതൊരു 90% അതങ്ങ് തന്നെ കിട്ടാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ അതന്നെ ഉറപ്പിച്ച് വെക്കണം, നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ കീം 2023 ലാസ്റ്റ് റാങ്കിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് റാങ്കിൻ്റെ PDF ഡൗൺലോഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അത് അടിച്ചതിന് ശേഷം നിങ്ങൾ ഓരോ കോളേജ് എടുത്ത് നോക്കുക, നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഇവിടെ എത്ര. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വർഷം അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജസ്റ്റ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 25,000 ആണ് റാങ്ക് എന്നിരിക്കുക. കഴിഞ്ഞ വർഷം 29,000 പോയ കോളേജും അതേപോലെ തന്നെ 21,000 പോയ കോളേജ്, ഈ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ കോളേജുകൾ നോക്കുക. ഈ ഒരു കോളേജുകളൊക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫും നോക്കി തുടങ്ങുക. ശേഷം നിങ്ങൾക്ക് അവിടെ എലിജിബിൾ ആണോ എന്ന്, അതിനാണ് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നോക്കുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ പലരും ചോദിക്കുകയാണ് ഈ പാസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ. ഇതിൽ ഞാനൊരു കാര്യം പറയാം, പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മനസ്സിലാക്കുക CETക്കാണ് എല്ലാ വർഷവും ടോപ്പ് ആവാറ്. തൃശ്ശൂർ ഒരു 2-3 സ്ഥാനത്താണ് വരുന്നത്. പിന്നെ കുറച്ച് പ്രൈവറ്റ് കോളേജുകൾ, IHRD ഒക്കെ ഈ പാസ് പെർസെൻറ്റേജ് നോക്കിയിട്ട് കോളേജ് സെലക്ട് ചെയ്യരുത്. പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് പഠിപ്പിക്കുന്ന കോളേജുകളുണ്ടാവും. നിങ്ങൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കുക. ഇപ്പോൾ ഒരു 600 കുട്ടികൾ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്, അതിലൊരു 500 കുട്ടികൾ പാസ്സാവുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് ഡിഫറൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു 200 കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവിടെ ഒരു 190 കുട്ടികൾ പാസ്, അതിൻ്റെ പാസ് പെർസെൻറ്റേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ പാസ് പെർസെൻറ്റേജ്. അപ്പോൾ അതിൽ നിങ്ങൾ അത് എപ്പോഴും നോക്കണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കുക, എന്നിട്ട് അതിൽ പാസ്സായി നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ ഒരു 70%, 65% മേലെ പാസ് പെർസെൻറ്റേജുള്ള കോളേജുകളുടെ കാര്യമാണ്. അല്ലാതെ നിങ്ങൾ വളരെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ KTUവിൽ ഒരു കുട്ടി പോലും പാസ്സാവാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. പാസ് പെർസെൻറ്റേജ് നോക്കണം എന്ന് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറയില്ല. എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും സീനിയേഴ്സിനാണ്. ഏത് കോളേജാണെങ്കിലും അവിടെ പഠിപ്പിക്കലൊക്കെ ഒരേപോലെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, സീനിയേഴ്സിനെ എപ്പോഴും കോൺടാക്ട് ചെയ്യണം ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ. കാരണം അവർക്ക് അറിയുള്ളൂ അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഒരിക്കലും അവിടുത്തെ ടീച്ചറോ പ്രിൻസിപ്പളോടൊന്നും ചോദിച്ചിട്ടില്ല. അവർ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ഒരു സീനിയറിനല്ല അതിലും കൂടുതൽ വിളിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ഗ്രാബ് ചെയ്യുക.
പിന്നെ ഞാൻ പറയാം പ്രൈവറ്റ് ആണോ IHRD ആണോ ഗവൺമെൻറ് ആണോ അത് നിങ്ങളുടെ റാങ്ക് വെച്ച് നോക്കുക. ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ ഈ 3 കോളേജിലെ പ്ലേസ്മെൻറ്റ് ഒന്നുമല്ല ഞാൻ പറയാവുന്നത്. പ്രൈവറ്റ് ആണെങ്കിൽ അവിടെ എന്തായാലും സ്ട്രിക്റ്റ് ആയിരിക്കും. IHRDയിലും അത്യാവശ്യം സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാവും. പ്രൈവറ്റിൽ എന്തായാലും സ്ട്രിക്റ്റ് ഉണ്ടാക്കും. ഏതൊരു പ്രൈവറ്റ് കോളേജിൽ സ്ട്രിക്റ്റ് ഉണ്ട് ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ആകുമ്പോൾ സ്ട്രിക്ട്നെസ് കുറയും. ചില ഗവൺമെൻറ് ഇപ്പോൾ GC തൃശ്ശൂരിലൊക്കെ അത്യാവശ്യം നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട്. അതേപോലെ ചില ഗവൺമെൻറ്റിൽ ചിലപ്പോൾ തിരിച്ച് സ്ട്രിക്റ്റ് കൂടും. അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ അതിലും സ്ട്രിക്റ്റ് ഉള്ള ഗവൺമെൻറ് കോളേജ് എന്ന് വെച്ചാൽ എയ്ഡഡിലൊക്കെ ചില സ്ട്രിക്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. MA കോളേജിലൊക്കെ അത്യാവശ്യം TKMലൊക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചില ഗവൺമെൻറ് കോളേജ് വളരെ സിമ്പിളായിരിക്കും കാര്യങ്ങൾ. പ്രൈവറ്റ് എന്തായാലും അവിടെ സ്ട്രിക്ട്നെസ് കാര്യങ്ങൾ ഉറപ്പാണ്. IHRDയിലും അത്യാവശ്യം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. കാരണം അത് ഡൗട്ടുള്ളവർ അതിപ്പോഴും മനസ്സിലാക്കുക. അതാണ് നമ്മൾ സീനിയേഴ്സിനെ വിളിക്കാൻ പറഞ്ഞത്. അവർ പറഞ്ഞില്ല അവിടുത്തെ അവസ്ഥ. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് പറയുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ ഏരിയാസ് നമ്മൾ പഠിക്കാൻ വന്ന സ്കൂളിലേക്കല്ലല്ലോ. ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കുക അത്യാവശ്യം ഒരു വലിയൊരു കോളേജ് അല്ലെങ്കിൽ ഭയങ്കര വലുതാവണമെന്നില്ല. അത്യാവശ്യം ഒരു കളിക്കാനും നമുക്ക് ഗ്രൗണ്ട് അത്യാവശ്യം ഫെസിലിറ്റീസ് നമുക്ക് ഇടയ്ക്കൊന്ന് പോയി ഇരുന്ന് വർത്താനം പറയാം. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും നല്ലൊരു കോളേജ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ശ്രദ്ധിക്കുക. പിന്നെ ലാബ് ശ്രദ്ധിക്കുക. ലാബ് ഉണ്ടോ ഇവിടെ, എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള അക്കോമഡേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കുക. ഇൻഫ്രാസ്ട്രക്ചർ വെറും ക്യാമ്പസിന് വലിപ്പം കാര്യങ്ങളല്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നല്ല രീതിയിൽ മനസ്സിൽ വെക്കണം. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ എഴുതി ഒപ്പിട്ട് തരാം. ഒരു സീനിയറിന് അവിടെ പഠിച്ചിറങ്ങി ആളെ കോൺടാക്റ്റ് ചെയ്യാതെ അവിടേക്ക് നിങ്ങൾ പോവരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എനിക്കൊന്നും പറയാനില്ല. ഇത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് എടുത്തോളൂ. ഈ ഒരു കാര്യം ചെയ്യാതെ നിങ്ങളൊരു കോളേജിലേക്ക് പോകണ്ട. കാരണം ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി പ്രൈവറ്റ് ഓർ IHRD, അതേപോലെ തന്നെ ലോ ലെവൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്. വെറുതെ പറയില്ല, സീരിയസ് ആയിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് വീഡിയോ സീരീസ് വരും. നിങ്ങളൊന്നും പേടിക്കണം. എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ and be with the channel. It's for you, not for me.